ബുൾഡോഗ് എന്ന് പറഞ്ഞ ബ്രീഡ്, അമേരിക്കൻ ബുൾഡോഗ്. ആൾ ഫ്രണ്ട്ലി ആണ്, എന്നാൽ കുറച്ച് അഗ്രഷൻ ഉണ്ട്. ആൾ പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരിതുണ്ട്. ഇത് വഴിയിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന നായ്ക്കളൊക്കെ അല്ലേ, അങ്ങനെ എടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ അരക്ക് ഇവിടുന്ന് സ്വാധീനം കുറവാണ്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ ഫാമിലാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ ഡോഗ്സിനെയൊക്കെ ബ്രീഡ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു യൂണിറ്റ്. ഇത് വരുന്നത് നമ്മുടെ കുന്നംകുളത്താണ്, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് വരുന്ന ബെല്ലാരി എന്ന ഫാം. ഇതിൻ്റെ ഓണറാണ് രൂപേഷ്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് പശു ഫാം അല്ലെങ്കിൽ ആട്, കോഴി, താറാവ് അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കൃഷി എന്ന രീതിയിൽ. ഇപ്പോഴാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഡോഗ്സിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് പറയാമോ? ഇവിടെ മെയിനായിട്ട് കുട്ടികളെ ബ്രീഡ്, വലിയ ഡോഗ്സിന് ബ്രീഡ് ചെയ്തിട്ട് കുട്ടികളെ കൊടുക്കുകയാണ് പരിപാടി. അപ്പോൾ ഏത് ടൈപ്പിൻ്റെ ആയാലും നമ്മുടെ കയ്യിൽ മെയിൽ അവൈലബിൾ ആണ്. ബ്രീഡ് ചെയ്യാനും നമ്മൾ ഒതുക്കി വന്ന് നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് കുട്ടികളെ കൊടുക്കും. ഏതൊക്കെ ബ്രീഡ്സ് ഉള്ളത് ഇവിടെ? ഇവിടെ ലാബ്, ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, ബീഗിള്, പോമറേനിയൻ, പാളയം, മുതൽ ഹൗണ്ട് ഒക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ ബ്രീഡുകളും ഉണ്ട്, ഗ്രേഡൈനൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡോഗ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അവർക്കത് കുട്ടികളെ അവൈലബിൾ ആക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ എങ്ങനെയാണ് ആഫ്റ്റർ കെയർ ഒക്കെ എങ്ങനെയാണ്? ഓരോന്നിനും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ അത്തരം സപ്പോർട്ടൊക്കെ നിങ്ങൾ കൊടുക്കും? നമ്മൾ വിളിച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുറി പറ്റിയാൽ അതിൻ്റെ കാര്യങ്ങളും മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ശരിക്കും എത്ര വർഷമായി ഈ രീതിയിൽ ഒരു കെന്നൽ തുടങ്ങിയിട്ട്? 35 വർഷത്തോളമായി ഇപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട്. ചെറുപ്പത്തിനുള്ള ഒരു ക്രൈസാണ്, മൃഗങ്ങളോടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു. ഇപ്പോൾ കുതിര ഉണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും? കുതിര ഉണ്ട്, പശു, പോത്ത്. ഇപ്പോൾ പോത്തുണ്ട് ഓൾറെഡി, വേറെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഡോഗ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഡോഗ്സ് കൂടുതലായിട്ട്. എന്തുകൊണ്ടാണ് അത് കുറച്ചും കൂടി? അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് മൈൻഡ് നല്ല റിലീഫ് കിട്ടും. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പരിക്ക് പറ്റിയ ഡോഗ്സിനെയൊക്കെ, ഓഫൻസിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? വണ്ടി ഇടിച്ചെടുക്കുമ്പോൾ ആരും വന്ന് കൊണ്ടുപോയില്ല, മുറി പറ്റി പുഴു വെച്ച് എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തോണ്ട് ശരിയാക്കി. ശരിക്കും അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരുപാട് ഡോഗ്സ് ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ, അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ക്യൂർ ചെയ്ത് വിടും. ചില ആളുകൾക്ക് വാങ്ങിക്കും. വില എങ്ങനെയാ? റേറ്റ് എങ്ങനെയാ? റേറ്റ് പലതും ഡിപ്പെൻഡ് ടൈമിംഗ് ആണ്. ഇപ്പോൾ ഇതൊരു വെക്കേഷൻ ആകുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ്. കുട്ടികളൊക്കെ വാങ്ങിക്കും 4500 അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം ബ്രീഡിങ് ഇപ്പോൾ വളരെ കുറവാണ് ആൾക്കാർ ചെയ്യുന്നത്. കുട്ടികളെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പുറമെന്ന് തിരുവനന്തപുരം അവിടെ നിന്നൊക്കെയാണ് കുട്ടികൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ, അപ്പോഴാണ് ശരിക്കും അവരുടെ പാരന്റിൽ നിന്ന് മാറ്റിയിട്ട് കൊടുക്കുള്ളൂ. പിന്നെ ഇവർക്ക് ഓരോന്നിനും ഇപ്പം ഉണ്ടാവില്ല, അവരുടെ തനത് ബ്രീഡ്, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, ഓരോ കുട്ടികളുടെയും ക്വാളിറ്റി അവരുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാറുണ്ട്? അങ്ങനെ ചോദിച്ചു. ചിലർക്ക് ഡോഗ്സ് ഏതായാലും കുഴപ്പമില്ല, ഫ്രണ്ട്ലി ആയിട്ട് നിർത്താം. ചിലർക്ക് ക്വാളിറ്റി നോക്കി വരും, അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ളതൊക്കെ വേറെ എടുത്തു. വാക്സിനേഷൻസ് എല്ലാം ഇതെല്ലാം വാക്സിനേറ്റഡ് ആണ് ഇവിടെ കറക്റ്റ്. പിന്നെ വെറ്റിനറി ഡോക്ടറൊക്കെ എപ്പോഴും നോക്കി. അവിടെ കുന്നോളത്തെ റെജിൻ ഡോക്ടർ ആളാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ട്. ശരിക്കും ഈ ഡോഗ്സിനെ വളർത്തുമ്പോൾ ഒരു വെല്ലുവിളി എന്താ പ്രധാനമായിട്ട്? ഇപ്പോൾ ഈ രോഗത്തെ ശേഷി കൂടുതൽ ആൾക്കാർ ഒന്ന് നോക്കുമ്പോൾ അതിന് നല്ല അസുഖങ്ങൾ, പാർവോ വൈറസ് എന്നൊരു അസുഖം വരും. അത് അവർ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് മെയിനായിട്ട്. കാരണം അവരെ നായി ചത്തിട്ട് വരുമ്പോഴാണ് ഇവിടെയും പകരും. അവർ വിഷമം മാറാൻ വരുന്നത്. പക്ഷേ അത് തൊടുമ്പോൾ ഈ കുട്ടികൾക്കും പകരും. വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള അസുഖമാണ്. അതാണ് നമുക്കുള്ളൊരു വിഷമം. ഇവരെല്ലാവരും സ്നേഹിക്കുമ്പോൾ പോകുമ്പോൾ ഉള്ളൊരു വിഷമം. ഇവരിപ്പോ ഓരോരുത്തർക്കും ഓരോ മെയിൻ്റെനൻസ് ആവില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാ? ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്യണത്, അതോ ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? സപ്പോർട്ട് വേണ്ടോളുണ്ട്. മോനൊക്കെ എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടല്ലേ? മോളുടെ താല്പര്യത്തിൽ എടുത്തിട്ടുള്ള. എന്നാലും ഈ ഡോഗ്സിൽ ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഏത് ഡോഗായിരിക്കും ശരിക്കും?
അറ്റാച്ച്മെന്റ് തന്നെ അങ്ങനെയല്ല, നമ്മൾ അവരെ സ്നേഹിക്കുന്ന അനുസരിച്ച് അവരും തിരിച്ച് നമ്മളോട് വളരെ ഇവരൊക്കെ കുറച്ച് വയലന്റ് ടൈപ്പ് അല്ലേ? അപ്പൊ ആ ഡോഗ് ആയാലും അതൊരാളെ കടിച്ച് ഏകദേശം പരിവാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അവ എന്നായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി, കാരണം നമ്മൾ അവരെ സ്നേഹിക്കണോ അതനുസരിച്ച് സെയിന്റ് ബർണാർഡ്. അല്ല, അപ്പൊ ഇവിടെ ഉള്ളതാണ്, നമ്മൾ വളർത്തുന്നത് തന്നെയാണ്. ബ്രീഡ് ചെയ്യാൻ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? അത് വയലന്റ്, പക്ഷെ ഫ്രണ്ട്ലി ആണ് ആള്. ആൾക്ക് കളിക്കണം, എല്ലാവരുമായിട്ട് ഇങ്ങനെ കളിക്കണം, എന്നാ കയ്യിൽ കിട്ടി കടിക്കും ചെയ്യും. ഇപ്പൊ പുറത്തൊക്കെ അയച്ചു വിടും? അതോ എല്ലാവരും അയച്ചു വിടും. ടൈമിംഗ് അനുസരിച്ച് മോർണിംഗ് ഈവനിങ് അയച്ചു വിടും. ഫുഡൊക്കെ എങ്ങനെയാ അവരുടെ ഫുഡൊക്കെ? ഫുഡ് ഒറ്റ നേരം കൊടുക്കുക. രാവിലെ ലൈറ്റ് ആയിട്ട് ഡോഗ് ഫുഡ് കാര്യങ്ങൾ, അതേ വൈകിട്ട് നല്ല ചിക്കൻ ആയിട്ട് കൊടുക്കും. ഫുഡ് നോൺ വെജ്, ചിക്കൻ, അങ്ങനെ ചിക്കൻ മാത്രം. അങ്ങനെ എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നു എല്ലാവരുമായിട്ട് അല്ലേ? ഇപ്പൊ എത്ര ഡോഗ്സ് ഉണ്ടാവും ഇവിടെ ടോട്ടൽ? 30-35 ഉണ്ടാവും. പിന്നെ നമ്മൾ ആളുകൾക്ക് ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കും. എന്നാലും വളരെ സന്തോഷം, ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഫാം നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ. ഒരുപാട് പെറ്റ് ആനിമൽസിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അനുയോജ്യമാണ് അല്ല? ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർ, ചെറിയ കുട്ടികൾ, അവർക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരാം. ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ ഡോഗ്സിനെയൊക്കെ നോക്കുന്നവരുണ്ട്. കുതിരോടുള്ള ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിനെ ഇങ്ങനെ ഒരു കണ്ടിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടനാട് ഒരു വീട്ടിൽ അമ്മയും മോളും കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയിട്ട് ആ രണ്ടുപേരും ഞാൻ എടുത്തു. അത് ഒരു 3 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നവർ. അതിനിപ്പോൾ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളത് 2 പോമറേൻ മെയിലാണ്. അവർ വിദേശത്ത് പോകുമ്പോൾ അവിടെ കൊടുന്നാക്കിയിട്ട് പോണതാണ്. വരുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ വീട്ടുകാർ നോക്കാൻ പറ്റാണ്ടൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിനെ നമ്മളെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഇത് പഗ്, ഇത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ആൾക്ക് ഒരു കണ്ണ് ലോസാണ്, കമ്പി തട്ടിയിട്ട് പോയതാണ്. ഇവിടെ മീറ്റ് ചെയ്ത മെയിൽ ഇവിടെ തന്നെ ഉണ്ട്, ഫീമെയിൽ വന്നത് 1.5 വയസ്സായത് ഫീമെയിൽ. ഇപ്പോൾ പ്രഗ്നൻ്റാണ്, 1.5 മാസമായി. ഇത് ബീഗിള്. ഇത് പോമറേനിയൻ എന്ന് പറഞ്ഞ ബ്രീഡാണ്, നമ്മുടെ ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതുമാതിരി ഏത് ബ്രീഡിൻ്റെ ആയാലും കുട്ടികൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ അധികം സ്റ്റോക്ക് വെക്കില്ല ചൂട് കാരണം. അപ്പോൾ ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം വല്ല ഡോഗ്സിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം.